യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവ് ഒരുക്കിയ ഈ നല്ല ദിവസത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നിരന്തരം നമ്മളെ പരിപാലിക്കുന്ന നല്ല ദൈവം, നമ്മുടെ കണ്ണുനീരിലും വേദനകളിലും ആശ്വാസമായി കടന്നു വരുന്ന നല്ല ഈശോ, ആ ഈശോയുടെ കുത്തി തുറക്കപ്പെട്ട തിരുഹൃദയത്തിൽ നമ്മുടെ ജീവിതം നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, ഈ ദിവസത്തെ അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, സൗഖ്യപ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങ് തൊട്ട് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മുറിവേറ്റ കരത്തിൻ്റെ സൗഖ്യസ്പർശനത്താൽ അങ്ങയുടെ മക്കൾ മോചനം പ്രാപിക്കട്ടെ. അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ അങ്ങയുടെ വചനം അങ്ങ് സ്ഥിരീകരിക്കണമേ. അങ്ങയുടെ കരുണയ്ക്ക് മുമ്പിൽ ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ആമേൻ. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവത്തോട് ചേർന്നു നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. പാപികളെ നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ, സ്നിഗ്ധമാനസരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവിൻ. ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യുവിൻ. നിങ്ങളുടെ ചിരി കരച്ചിലായും നിങ്ങളുടെ സന്തോഷം വിഷാദമായി മാറട്ടെ. കർത്താവിൻ്റെ സന്ധിയിൽ താഴ്മ ഉള്ളവരായിരിക്കും, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. ദൈവത്തോട് ചേർന്നു നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ആത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. അതാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അത് പ്രാർത്ഥനയിലൂടെ ദൈവാത്മാവിനോട് ചോദിച്ച് മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ദൈവത്തോട് ചേർന്ന് പോകുന്നവരായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് സാധിക്കണമെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ മനുഷ്യന് മാത്രമേ എപ്പോഴും തൻ്റെ ഹൃദയം ദൈവത്തോട് ചേർത്ത് നിർത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ.
ദൈവത്തോട് ചേർന്നു നിന്നാൽ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേരണം. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയവും എൻ്റെ ഹൃദയവും ഒന്നായിട്ട് മാറും. വിശുദ്ധ ബൈബിളിൽ തൻ്റെ അന്ത്യ അത്താഴ സമയത്ത് വിശുദ്ധ ബൈബിളിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. യോഹന്നാൻ ശ്ലീഹ യേശുവിൻ്റെ മാറോട് ചേർന്ന് ആയിരുന്നുവെന്ന്. യേശുവിൻ്റെ മാറോട് ചേർന്ന് നിന്ന യോഹന്നാൻ ശ്ലീഹയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും അധികം എഴുതിയത്. ദൈവത്തിൻ്റെ ഹൃദയം എങ്ങനെ ആണെന്ന് ആഴത്തിൽ മനസ്സിലാക്കിയ വ്യക്തിയാണ് യോഹന്നാൻ ശ്ലീഹ. ആ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നുവെങ്കിലേ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം, ദൈവത്തിൻ്റെ അനന്തമായ കരുണയെക്കുറിച്ച് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മോട് ചേർന്ന് നിൽക്കും. ദൈവം നമ്മോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഇഷ്ടങ്ങൾ ആത്മാവിലൂടെ ദൈവം നമ്മോട് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് ദൈവേഷ്ടപ്രകാരം നമുക്ക് മുൻപോട്ട് പോകുവാൻ, ജീവിതത്തിൽ നീങ്ങുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതം ഏറെ സന്തോഷദായകവും അനുഗ്രഹപ്രദവുമായിട്ട് മാറുകയാണ്. ആ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി, അതാരുമായിക്കൊള്ളട്ടെ, ആ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഏറെ സന്തോഷമുള്ളവരായി, ആനന്ദമുള്ളവരായിട്ട് മാറുന്നത്. ഈ കഴിഞ്ഞ ദിവസം വളരെ അവിചാരിതമായി നടന്ന ഒരു സംഭവം, മാനുഷികമായിട്ട് അവിചാരിതമാണ്, പക്ഷേ ഇത് ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഒരു ഹോട്ടലിൽ ഞാനും എൻ്റെ സുഹൃത്തും ഒരു കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി, ആ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി എൻ്റെ അടുക്കലേക്ക് വന്നു. എൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, സാബു ബ്രദറാണോ? ഞാൻ പറഞ്ഞു അതെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടു, അപ്പോൾ തന്നെ മനസ്സിൽ തോന്നി സാബു ബ്രദറായിരിക്കുന്നു, അതാണ് ഞാൻ വന്നത്. അദ്ദേഹം പറയുകയാണ്, ഞാൻ സ്ഥിരമായിട്ട് ഷാലോം ടെലിവിഷനിൽ യേശു ആരിലും വലിയവൻ എന്ന ശുശ്രൂഷ കാണുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, ബ്രദറിനെ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്, അതെനിക്കൊരു ഭാഗ്യമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ആ വ്യക്തി പറഞ്ഞ് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം ഇതാണ്. 14 വർഷം മുൻപ് അദ്ദേഹം ക്രിസ്തുവിൻ്റെ സ്നേഹമറിഞ്ഞു. അദ്ദേഹം ഒരു വിജാതീയനാണ്. വിജാതീയ സമുദായത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹം ധ്യാനത്തിൽ സംബന്ധിച്ചു, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വന്നു. കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വന്ന ആ വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും എല്ലാവരും ധ്യാനം കൂടി പ്രാർത്ഥനയിലേക്ക് വന്നു. ദൈവസ്നേഹത്തിൻ്റെ വലിയ ഒരു നിറവിൽ ആ കുടുംബം ജീവിക്കുവാൻ തുടങ്ങി. ആ കുടുംബം യേശുവിൻ്റെ സ്വന്തമായിട്ട് മാറി, യേശുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ ഭാഗമായിട്ട് മാറി. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിത പങ്കാളി 2 കാലുകൾക്കും വൈകല്യമുള്ള വ്യക്തിയാണ്, പോളിയോ വന്നത്. വിവാഹത്തിന് മുൻപ് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് അവളെ ഞാൻ വിവാഹം കഴിച്ചത്. 2 മക്കളുണ്ട്, സന്തോഷമായ കുടുംബജീവിതം. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ സന്തോഷം യേശുവാണ്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷം യേശുവാണ്, ഞങ്ങളുടെ കുടുംബത്തിന് നാഥൻ യേശുവാണ്. ആ കുടുംബം ഇന്ന് യേശുവിനെ ആരാധിക്കുന്ന, യേശുവിനെ മഹത്വപ്പെടുത്തുന്ന കുടുംബം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ആ സന്തോഷമൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. വലിയ സന്തോഷത്തോടെ ആ വ്യക്തി അവിടെ ഒന്ന് മടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ആഴമായി ദൈവത്തിൻ്റെ വചനം സ്പർശിച്ചു. സ്ഥിരമായിട്ട് ഷാലോമിലെ ശുശ്രൂഷകൾ കാണുന്ന വ്യക്തി, അദ്ദേഹം ഇന്ന് ഒരു ബിസിനസ്സുകാരനാണ്, തൊഴിൽ ചെയ്യുന്ന വ്യക്തിയാണ്. അവിടെയെല്ലാം കർത്താവിനാൽ അനുഗ്രഹത്തെക്കുറിച്ച് മാത്രമേ പറയുവാനായിട്ടുള്ളൂ. നമ്മളെ തിരിച്ചറിയുക,
ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമുക്ക് വേണ്ടതെല്ലാം ഒന്നിനും കുറവില്ലാതെ ദൈവം നമുക്ക് നൽകും. നമുക്ക് അവിടുത്തോട് ചേർന്ന് നിൽക്കാം. ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന പാപം, ദുരാശ, ആസക്തികൾ ഇതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം. പാപികളെ, നിങ്ങൾ കരങ്ങൾ ശുചി ആക്കുവിൻ. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലങ്ങളാണ്. നീയും ഞാനും തമ്മിൽ ഏറെ ദൂരം അകലത്തിലാണ്. കാരണം നിന്റെ കരങ്ങൾ രക്തപങ്കിലങ്ങളാണ്. നിന്റെ നാവിൻ്റെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട്. ദൈവത്തിൽ നിന്ന് ഏറെ അകന്നു ജീവിക്കുന്ന വ്യക്തിയാണ് നീ. നീ നിന്നെ തന്നെ ശുചിയാക്കുക, നിന്നെ തന്നെ ശുദ്ധീകരിക്കുക. പാപവും പാപത്തിൻ്റെ ആസക്തിയും മ്ലേച്ഛതകളുമൊക്കെ വിട്ടുപേക്ഷിച്ച് കർത്താവിലേക്ക് നീ മടങ്ങി വരണം. പാപികളെ, നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുക, നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കുക. നിന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണം. എന്താണ് ഹൃദയത്തിൻ്റെ പ്രാധാന്യം? നമ്മൾ ഈശോയുടെ തിരുഹൃദയം ഫോട്ടോ കാണുന്നുണ്ട്. നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ഈശോയുടെ തിരുഹൃദയം എന്ന് പറഞ്ഞാൽ ആ ഹൃദയമുള്ള ഒരു സ്നേഹവും കരുണയും മാത്രമാണ്. ആ ദൈവത്തിൻ്റെ ഇരിപ്പിടം നമ്മുടെ ഹൃദയമാണെന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, 1 പത്രോസ് 3:15, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. അപ്പോൾ ദൈവം വസിക്കുന്ന പരിശുദ്ധമായ ഇടമാണ് നമ്മുടെ ഹൃദയം. അതുകൊണ്ട് ആ ഹൃദയത്തെ നിങ്ങൾ ശുചിയാക്കണം. ഒരിക്കലും ഹൃദയം കഠിനമാക്കരുത്. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 22-ാമത്തെ വചനം, അതിനാൽ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം. വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാം. ശുചീകരിച്ച മലിനത എല്ലാം കഴുകിക്കളഞ്ഞ പരിശുദ്ധമായ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാം. ഇതിന് ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും ചെയ്യാം. ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ നമുക്ക് വെടിപ്പാക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ ദുഷ്ടത നമുക്ക് കഴുകിക്കളയാം. മനസ്സാക്ഷിയുടെ കാപട്യം നമുക്ക് നീക്കാം. നമ്മുടെ ശരീരത്തെ നമുക്ക് വെടിപ്പാക്കാം. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും ആത്മാവിനെയും മനസ്സാക്ഷിയെല്ലാം നമുക്ക് ശുചീകരിക്കണം, വിശുദ്ധീകരിക്കണം. ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് നമ്മുടെ ഈ ശരീരം. ആ ദൈവം വസിക്കുന്ന ഇടമായ നമ്മുടെ ഈ ശരീരത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരണം. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ ഒഴുകണം. ദൈവത്തിൻ്റെ തിരുരക്തമൊഴുകി നമ്മൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. നമ്മുടെ ഹൃദയം നിർമ്മലമായി നമുക്ക് കാത്ത് സൂക്ഷിക്കാം. ഹെബ്രായ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 12 മുതലുള്ള തിരുവചനങ്ങൾ, എൻ്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ സൂക്ഷിക്കുക. വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം, ഹൃദയം ദുഷ്ടത നിറഞ്ഞതാ, ഹൃദയം ദുഷിച്ചതാ, പാപം നിറഞ്ഞതാ. ഈ ദുഷ്ടഹൃദയത്തോടു കൂടി കർത്താവിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ സൂക്ഷിക്കാനാണ് പറയുന്നത്. ദുഷ്ടഹൃദയമുള്ളവർ ആ ഹൃദയത്തെ വിശുദ്ധീകരിക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുകയും ഇത് നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിനഹൃദയരാകാതിരിക്കേണ്ടതിനാണ്. നിങ്ങൾ പരസ്പരം ഉപദേശിക്കുന്നവരാകണം. ദൈവവചനത്തിൽ ഉറപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരിക്കണം നമ്മൾ. ദുഷ്ടഹൃദയത്തോടെ പരസ്പരം
വഞ്ചന കാണിക്കുന്നവര് ആയിരിക്കുവാൻ പാടില്ല. ദുഷ്ടമായ ഹൃദയത്തിൻ്റെ ഉടമ ദുഷ്ടത കാണിക്കും. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്ന ഓരോ സംഭവങ്ങൾ കേട്ടാൽ നമ്മുടെ ഹൃദയം തകർന്നു പോകുക. സ്വന്തം പിതാവിനെയും മക്കളെയും വിഷം കൊടുത്തു കൊല്ലുന്നവർ, സ്വന്തം ഭാര്യയെ അടിച്ചു കൊല്ലുന്നവർ, ക്രൂരമായിട്ട് മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവർ, 5, 8, 10 പേര് ഒന്നിച്ചു ചേർന്ന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്നു. ദുഷ്ടമായ ഹൃദയത്തിൻ്റെ മനസ്സാക്ഷിയുടെ ഉടമകളായ അനേക വ്യക്തികളെ നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഒരു മടിയുമില്ല മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ദുഷ്ടഹൃദയത്തോടെ പ്രവർത്തിക്കുവാൻ. അവർ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാ, ദൈവത്തെ മറന്നു ജീവിക്കുന്നവരാ. ഉറപ്പാണ് അവരുടെ ജീവിതങ്ങളിൽ ശക്തമായ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവും. അവർ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ ഒരു ദിവസം നിൽക്കേണ്ടി വരും. പരസ്പരം നിങ്ങൾ ഉപദേശിക്കണം. നമ്മൾ ഉപദേശിക്കുവാൻ മടി വിചാരിക്കരുത്. തെറ്റു ചെയ്തവർ, പാപത്ത് ജീവിക്കുന്നവരെയൊക്കെ വലിയ സ്നേഹത്തോടെ ഉപദേശിക്കുവാനൊക്കെ മനസ്സ് കാണിക്കുക. ഇത് നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കുവാനാണ്. എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ നമ്മൾ മുറുകെ പിടിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രലോഭനങ്ങൾ, തിരിച്ചടികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നമ്മുടെ വിശ്വാസത്തെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ശക്തമായ പൈശാചിക പരീക്ഷണങ്ങൾ ഉണ്ടാവാം. എന്തു വന്നോട്ടെ, നമ്മളെ സഹായിക്കാൻ യേശു കൂടെയുണ്ട്. നമ്മൾ അവസാന നിമിഷം വരെ നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് പറഞ്ഞ ഒരു വാക്കാണിത്. പ്രാർത്ഥിച്ചു മടുത്തു, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല. വിവാഹം കഴിച്ചു, വർഷങ്ങളായിട്ട് മക്കളില്ല. ബ്രദറെ, പ്രാർത്ഥിച്ചു മടുത്തു. എന്തുകൊണ്ടാണ് ദൈവം ഞങ്ങൾക്ക് മക്കളെ തരാത്തത്? മക്കളില്ലാത്ത എത്രയോ പേർക്ക് ദൈവം മക്കളെ കൊടുത്തു, എന്നിട്ട് ദൈവം എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മക്കളെ തരാത്തത്? പ്രാർത്ഥിച്ചു മടുത്തു. പലപ്പോഴും വിശ്വാസമൊക്കെ മടുത്തു പോന്ന ഒരു അനുഭവത്തിലാണ്. എന്നിട്ട് ആ ഭാര്യയും ഭർത്താവും പറയുകയാണ്, ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ വലിയ സ്നേഹത്തിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. വിശ്വാസത്തിൽ നമ്മൾ എന്നും നിലനിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തിയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ വിശ്വാസ ജീവിതത്തിൽ അവസാനം വരെ ഉറച്ചു നിന്ന് പൊരുതുവാൻ, പോരാടുവാൻ നമുക്ക് സാധിക്കത്തില്ല. നമ്മുടെ ഹൃദയം നമുക്ക് ശുദ്ധീകരിക്കാം. നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. മനസ്സാക്ഷിയെ നമുക്ക് വിശുദ്ധീകരിക്കാം. നമ്മുടെ ഉള്ളിൽ ദൈവം നിത്യവും വസിക്കട്ടെ. അരൂപിയായ ദൈവം, ആത്മാവായ ദൈവം, ശക്തനായവൻ നമ്മുടെ ഉള്ളിൽ വസിക്കട്ടെ. നമ്മുടെ ഹൃദയവും മനസ്സും മനസ്സാക്ഷിയൊക്കെ നമുക്ക് നിർമ്മലമായി കാത്തു സൂക്ഷിച്ച് വിശ്വാസത്തിൽ അന്ത്യം വരെ നമുക്ക് പോരാടാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ മഹത്വം. വിശ്വാസത്തിൻ്റെ ഒരു അഭിഷേകം ലഭിക്കുവാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. കർത്താവേ, ഈ ജനത്തിൻ്റെ മേൽ ആത്മാവിനെ അയക്കണമേ. മനസ്സ് തകർന്നവരെ ബലപ്പെടുത്തണമേ. വിശ്വാസത്തിൻ്റെ ശക്തി ചോർന്നവരെ അങ്ങ് ശക്തരാക്കി മാറ്റണമേ. വിശ്വാസ ജീവിതത്തിൽ അനേകരെ അങ്ങ് വളർത്തണമേ. അന്ത്യം വരെ വിശ്വാസത്തിൻ്റെ പോരാളികളായി മുന്നേറുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. യേശുവേ, ഞങ്ങളുടെ രക്തം കൊണ്ട് ഞങ്ങളുടെ ഹൃദയം, മനസ്സാക്ഷിയെല്ലാം കഴുകണമേ. കഠിനമായ ഞങ്ങളുടെ ഹൃദയത്തെ മൃദുലമാക്കി മാറ്റണമേ. മാംസലമായ ഹൃദയം നൽകണമേ. കഠിനമായ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് എടുത്തു മാറ്റണമേ. ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവസ്വരം ശ്രമിക്കുന്നവരാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ദൈവേഷ്ടം നടത്തുന്നവരായി, ദൈവഹിതപ്രകാരം ജീവിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ.
യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. ഈ മകൻ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തതാണ്. ഈ മകൻ്റെ പ്രശ്നം നട്ടെല്ല് അകത്തോട്ട് വളഞ്ഞ് പുറകോട്ട് പോകുന്ന ഒരു രോഗപീഠയായിരുന്നു. നട്ടെല്ല് വളഞ്ഞിട്ട് പുറകോട്ട് വളഞ്ഞു അല്ലേ, ഈ അവസ്ഥയായിരുന്നു. ഈ മകൻ ധ്യാനത്തിൽ പങ്കെടുത്തു. ഞരമ്പുകളെല്ലാം ബ്ലോക്കായിരുന്നു. മോൻ്റെ പേരിന് ജയ്മോൻ. ഈ മകന് കിട്ടിയ സൗഖ്യത്തിൻ്റെ സാക്ഷ്യം കേൾക്കാം. എനിക്ക് 2011 മുതൽ നടുവിന് ഭയങ്കര വേദനയും ശരീരം മുഴുവൻ ഭയങ്കര വേദനകളായിരുന്നു. ഞാൻ ബാംഗ്ലൂർ സ്വന്തമായി ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഹോട്ടലെല്ലാം ഒഴിവാക്കി ഞാൻ കോഴിക്കോട് എംസിന് വരുന്ന ട്രീറ്റ്മെൻറ്റ് കാണിച്ചപ്പോൾ അവർ രോഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കുറേ ഹോസ്പിറ്റലിൽ കിടന്നു. അങ്ങനെയുള്ള അവസാനം കുറേ ഫിസിയോതെറാപ്പി ചെയ്തു. അവർക്കൊന്നും രോഗം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ലാസ്റ്റ് വയനാട്ടിൽ നിന്ന് തന്നെ വരുന്നത്. വയനാട്ടിൽ നിന്ന് രോഗം കണ്ടുപിടിച്ചപ്പോഴത്തേക്കും രോഗം കൂടിയിരുന്നു. പിന്നെ ആയുർവേദം കുറേ മരുന്നുകൾ കഴിച്ചു. അവസാനം അവർ കോഴിക്കോട് വന്ന് കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. എന്നെ ഫുൾ ബോഡി ആയുർവേദം പറഞ്ഞു. എനിക്ക് 3 മാസം എന്നെ ചികിത്സിച്ചിട്ട് പിന്നെ ട്രീറ്റ്മെൻറ്റ് നോക്കിയിട്ട് ഒരു 75% ഇപ്പോൾ ഉള്ള സ്ഥിതിയിൽ നിന്നും ചിലപ്പോൾ മെച്ചപ്പെടുത്താൻ പറ്റും. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് എൻ്റെ ശരീരം ഫുള്ളും ഡെഡായി പോകുന്നൊരവസ്ഥയിലേക്കാണ്. അപ്പോൾ ഞാൻ വീട്ടിലൊന്നും ആരോടും കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ ഇംഗ്ലീഷ് മരുന്ന് തന്നെ പിന്നെ ഇംഗ്ലീഷ് മരുന്ന് അവർ 6 മാസം തന്നെ ഫുൾ ബോഡി പ്ലാസ്റ്റർ ഇട്ട് കിടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നിരാശയിലായിരുന്നു. 2016 10-ാം മാസം ഞാനിവിടെ വന്നത്. അന്ന് തന്നെ ആ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയും ഇതേപോലെ ശുശ്രൂഷ സമയത്ത് ബ്രദർ എന്നെ തൊട്ട് സൗഖ്യം കിട്ടി. ഞാൻ 2017 വന്നിരുന്നു. ഞാൻ സാക്ഷ്യം എഴുതി കൊടുത്തിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഇതുവരെ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും എനിക്കുണ്ടായിട്ടില്ല. മരുന്ന് അതിനു മുമ്പ് സ്ഥിരമായിട്ട് മരുന്ന്, അതായത് രാത്രി കഴിക്കേണ്ട മരുന്ന് 6 മണിക്ക് മുമ്പ് കഴിച്ചാൽ മാത്രമേ എനിക്ക് രാത്രിക്ക് നേരം വിളക്ക് എഴുന്നേക്കാൻ പറ്റൂ. അത്രയും ഡോസുള്ള ഗുളികയായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ശരീരം തന്നെ ഇങ്ങനെ ക്ഷീണിച്ച് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഡോക്ടർമാർ തന്നെ പറയുന്നത് 3 വർഷത്തേക്ക് കൂടുതൽ ഞാൻ അതിന് ഉള്ളിൽ തന്നെ ചിലപ്പോൾ ഒരു വർഷം ഞാൻ കടപ്പായി പോകുമെന്നാണ് അവരെനിക്ക് വിധി എഴുതിയത്. എന്തായാലും എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2017 2018 ഇപ്പോഴും ഞാനൊരു ധ്യാനം കൂടുവാനോട് വന്നിരിക്കുന്നത്. ആ പുറത്തേക്ക് ഇങ്ങനെ വളഞ്ഞു പോകുന്ന നട്ടല് ആദ്യത്തെ ധ്യാനത്തിൽ തന്നെ പൂർണ്ണമായിട്ട് സൗഖ്യമായി. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. കർത്താവിന് മഹത്വം. കരമടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഇവിടെ സൗഖ്യപ്രാർത്ഥനയെ കർത്താവ് ഒരു മെസ്സേജ് നൽകി അല്ലേ? ആ മെസ്സേജ് എങ്ങനെയായിരുന്നു? ബ്രെയിൻ അത് ഡാമേജ് ആയിട്ട് ഓർമ്മശക്തി ഇല്ലാത്ത, ഇമ്മയുടെ ഓർമ്മശക്തി കംപ്ലീറ്റ് നഷ്ടപ്പെട്ട് പൂർണ്ണമായിട്ട് കിടപ്പായ വ്യക്തിയായിരുന്നു. അങ്ങനെ ഓർമ്മശക്തി പോയ ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നു, കർത്താവ് ഹീൽ ചെയ്യുന്ന ആരാധനയിൽ മെസ്സേജ് ഉണ്ടായിരുന്നു. ആ നിമിഷം തന്നെ ഈ മകള് എത്ര നാൾ കിടന്നു? 4 മാസത്തെ കിടപ്പായിരുന്നു. അപ്പോൾ തന്നെ അവിടെ എഴുന്നേറ്റ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തി ഇത്തവണ വീണ്ടും ധ്യാനിക്കാൻ വന്നിരിക്കുക. നമുക്ക് ആ സാക്ഷ്യം കേൾക്കാം. വീട് കൊരട്ടിയിലാണ്. ഇതെൻ്റെ വൈഫ്, പേര് ബിന്ദു. 13 വർഷം തമിഴ്നാട്ടിലായിരുന്നു. കുറച്ച് കടക്കണിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ബ്രെയിനിൽ നിറയെ ഇടത്തിൽ ബ്ലഡ് ക്ലോട്ടായി പോയിരുന്നു. ഒരു ഹോസ്പിറ്റലിൽ പോയി 1.5 ലക്ഷം ചിലവ് ചെയ്തു. അവിടെ ഒരു മരുന്നിൻ്റെ ഡോസ് കൂടുതൽ കൊടുത്തതിൻ്റെ പേരിൽ ബ്ലീഡിങ് ആയിപ്പോയി ശരീരം മൊത്തം. പോണ്ടിച്ചേരി ജിപ്മറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര സീരിയസ് ആയിരുന്നു. ബ്ലീഡിങ് നിർത്താൻ വേണ്ടി നോക്കുമ്പോൾ സ്ട്രോക്ക് വരുന്നു. സ്ട്രോക്ക് നിർത്താൻ വേണ്ടി വരുമ്പോൾ ബ്ലീഡിങ് വരുന്നു. പക്ഷേ എല്ലാവരുടെയും പ്രാർത്ഥന, ഒരു ഇടവകം മൊത്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു. പക്ഷേ എന്നാലും ഒരു വശം തളർന്ന് 2 പേരും 3 പേരൊക്കെ പിടിക്കണമായിരുന്നു. അവിടെ വന്ന് ഞങ്ങൾ കിടന്ന് ധ്യാനിക്കുമ്പോഴും പ്രേക്ഷിതന്മാർ ഞങ്ങളെല്ലാവരും, ഇവരുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും 3 പേര് പിടിച്ചിട്ടാണ് ബാത്റൂമിൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ബ്രദർ വന്ന് ടച്ച് ചെയ്തിട്ട് പറഞ്ഞു പൂർണ്ണ സൗഖ്യം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നടന്നോളാൻ പറഞ്ഞു. അങ്ങനെ തന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഓടി നടന്നിരുന്നു. ഇവർ ഓടി നടന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്ന് ആരാധനയുടെ സമയത്ത് ബ്രദർ ഈ മെസ്സേജ് വിളിച്ചു പറഞ്ഞു, ഈ അവിടെ കിടക്കുന്ന രോഗിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയിട്ടുണ്ട്, ഓർമ്മശക്തി ഇല്ലാത്ത കുട്ടിക്ക് ഓർമ്മശക്തി കൊടുത്തിരിക്കുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പം തന്നെ സ്റ്റേജിലേക്ക് വിളിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഓടി വന്ന് ഇവിടെ വന്ന് ഞങ്ങളെല്ലാവരും കൂടി സാക്ഷ്യം പറഞ്ഞു. അടുത്ത മാസം 29-ാം തീയതി വരുമ്പോൾ ഇത് ഇവിടെ വന്ന് പറയണമെന്ന് പറഞ്ഞു. അതിങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പം നല്ല ഓർമ്മശക്തിയാണ്. എന്തിനൊക്കെ അറിയുന്നത്? പൂർണ്ണമായിട്ട് ഓർമ്മശക്തി നഷ്ടപ്പെട്ട് കിടന്ന വ്യക്തിയാണ്. ഒന്നും അല്ലേ, പഴയതൊന്നും അറിയത്തില്ല. ശരീരം മൊത്തം തളർന്ന് ഒരു സൈഡ് റൈറ്റ് സൈഡ് കംപ്ലീറ്റ് തളർന്ന് അവിടെ കിടന്ന വ്യക്തിയാണ്. കഴിഞ്ഞ മാസം കർത്താവ് എഴുന്നേൽപ്പിച്ചുവിട്ടാണ്. ഓർമ്മശക്തി പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടി. പേരെന്താ? ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നോ?
ഈശോയ്ക്ക് നന്ദി. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 14:14, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ അവരോട് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലുണ്ടായിരുന്ന എല്ലാ രോഗികളെയും അവൻ സൗഖ്യമാക്കി. യേശു വലിയ അനുകമ്പയോടെ ഇവിടെയുണ്ട്, നമ്മുടെ ഇടയിലൂടെ അവൻ സഞ്ചരിക്കുന്നുണ്ട്, അനേകരെ അവൻ തൊട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. യേശുവിന് നല്ലൊരു കൈയടി കൊടുക്കണം. യേശു ആരിലും വലിയവൻ, യേശു ആരിലും വലിയവൻ, ആരിലും വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ, സൗഖ്യദായകൻ പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ, കരുണാമയൻ സ്നേഹഗായകൻ, കരുണാമയൻ സ്നേഹഗായകൻ. യേശു ആരിലും വലിയവൻ, ആരിലും വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്, അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും, ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു ആരിലും വലിയവൻ, യേശു